പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിമഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളോട് ചേർന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം ഒരുക്കിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതുനിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിൽ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. പൗലോസ് എന്ന കർത്താവിന്റെ അഭിഷക്തൻ ബദ്ധനായിരിക്കുകയാണ്. ഹി ഈസ് ഇൻ ജയിൽ. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് 4 ഈടുറ്റ പവർഫുൾ ആയിട്ടുള്ള ലേഖനങ്ങൾ എഴുതി. നമ്മൾ അത് ഇൻട്രൊഡക്ഷനിൽ പഠിച്ചതാണ്. എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലമോൻ എഴുതിയ ലേഖനം. എങ്ങനെ ഒരു അഭിഷക്തന് ഒരു ബന്ധനത്തിൽ കിടന്നുകൊണ്ട് ഇത്രയും ഈടുറ്റ വെളിപ്പാടുകളെ പകരാൻ പറ്റും? അദ്ദേഹം പറയാണ്, അതുനിമിത്തം. അങ്ങനെയാണ് 3-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. ഒരു ബ്രേക്കിന് ശേഷം ഒരു പോസ് ഇട്ടിട്ട് അടുത്തൊരു വലിയ റെവലേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ തന്റെ ഫിസിക്കലായിട്ടുള്ള തന്റെ ഈ ലോകത്തിൽ താൻ എന്താ ഇപ്പൊ അനുഭവിക്കുന്നത്. പലപ്പോഴും ദൈവദാസന്മാര് സ്റ്റേജിൽ ശുശ്രൂഷിക്കുമ്പോൾ അവരതിന്റെ പിന്നിൽ അനുഭവിക്കുന്ന ത്യാഗങ്ങളും അവരതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നതൊന്നും നമ്മൾ കാണാറില്ല. We always watch the imperfections and we note it. പക്ഷെ ശ്രദ്ധിക്കുക, കർത്താവിന്റെ ദാസനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയാ, ഞാൻ ക്രിസ്തുയേശുവിന്റെ ബദ്ധനാണ്, ഞാൻ ജാതികൾക്ക് വേണ്ടിയാണ് ബദ്ധനായത്. നമ്മളോട് നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറക്കണമെന്ന് പ്രാർത്ഥിച്ച പൗലോസിന് തന്റെ മേൽ കിടക്കുന്ന വിളി നന്നായിട്ട് അറിയാമായിരുന്നു. അത് ജാതികൾക്ക് വേണ്ടിയുള്ള വിളിയാണെന്ന് അദ്ദേഹത്തിന് അറിയാമെന്ന് അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തില് തന്റെ പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാകും. അവിടേക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധയെ തിരിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 26-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് എടുത്താട്ടെ. അപ്പോസ്തല പ്രവൃത്തി 26:15. ടേൺ യുവർ ബൈബിൾസ്. ദയവായി നിങ്ങളുടെ വേദപുസ്തകം എടുത്തിട്ട് നിങ്ങൾ അവിടേക്ക് പോകണം. പൗലോസ് പറയാണ് 17-ാം വാക്യം, ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് സ്വർഗം പറയാം. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കിലേക്ക് അയക്കുന്നു എന്ന് കൽപ്പിച്ചു. തനിക്കുണ്ടായ ദമസ്കോസിന്റെ പടിവാതിക്കൽ ഉണ്ടായ അനുഭവത്തെ, തന്റെ ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറിനെ, തേജസ്സിനാൽ പിടിക്കപ്പെട്ട അവസ്ഥയെ രാജാവിന്റെ മുന്നിൽ നിന്ന് സവിസ്തരം പറയുക. ദൈവം തന്നെ പറ്റിയുള്ള പ്ലാന് പങ്കുവെച്ചത് പറയുക. പൗലോസ് പറയുക, ജാതികൾക്ക് വേണ്ടി ഞാൻ നിന്നെ അയക്കും, നീ അവരുടെ കണ്ണ് തുറക്കും, അവരുടെ ഇരുളിൽ നിന്ന് അവരെ നീ വെളിച്ചത്തിലേക്ക് നയിക്കും. എത്ര കാര്യമാ പറഞ്ഞേക്കുന്നത് 18-ാമത്തെ വാക്യത്തിൽ.
അവർക്ക് പാപമോചനം എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടത്. അപ്പൊ പൗലോസിന് അറിയാം, ജാതികൾക്ക് ദൈവത്തിലുള്ള അവകാശത്തെ, ക്രിസ്തുവിലുള്ള അവകാശത്തെ വെളിപ്പെടുത്തി കൊടുക്കണമെന്നുള്ളത് ദൈവത്തിന് തന്നെ പറ്റിയുള്ള ഇച്ഛയാണ്, തന്നെ പറ്റിയുള്ള ആഗ്രഹമാണ്. ദാറ്റ് ഈസ് ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്. ശ്രദ്ധിച്ചേ 18ാമത്തെ വാക്യം. ആമേൻ. എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ എന്ന് വെച്ചാൽ, ശുദ്ധീകരിക്കപ്പെട്ടവർ എന്ന് വെച്ചാൽ സെയിൻസ്, വിശുദ്ധന്മാരുടെ ഇടയിൽ അവർക്കുള്ള മഹിമാധനത്തെ, ക്രിസ്തുവിൽ അവർക്കുള്ള സമ്പാദ്യത്തെ, അവകാശത്തെ, റൈറ്റ്സ്, ലീഗൽ റൈറ്റ്സ്. എഫേസ്യ ലേഖനം മുഴുവൻ അതാ പറയുന്നത്. ലീഗൽ റൈറ്റ്സ് ഓഫ് എ ബിലീവർ. അവരുടെ കണ്ണ് തുറപ്പാനും അവരുടെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കലേക്ക് അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അയക്കപ്പെട്ടവൻ, അപ്പോസ്തോലൻ. ആ വെളിപ്പാട് വെച്ചിട്ടാ പറഞ്ഞ അപ്പോസ്തോലനായ ഞാൻ. അതുകൊണ്ട് അഗ്രിപ്പാ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരൂശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തി ചെയ്യണമെന്ന് പ്രസംഗിച്ചു. അപ്പൊ അഗ്രിപ്പാ രാജാവിനോട് പറയാറ്, എന്നെ അപ്പോയിന്റ് ചെയ്ത ഒരുത്തനുണ്ട്, എന്നെ നിയോഗിച്ച ഒരുത്തനുണ്ട്. എന്നെ നിയോഗിച്ചത് മനുഷ്യനല്ല, എന്നെ നിയോഗിച്ച് ദൈവമാകിയാൽ ഞാനത് പ്രസംഗിക്കും, ഞാൻ ശുശ്രൂഷിക്കും. ജാതികളുടെ ഇടയിലേക്ക് ദൈവം എന്നെ അയച്ചതാ. ആമേൻ. അപ്പോ 24ാം വാക്യത്തിലേക്ക് വരുമ്പോഴത്തേന് ഇങ്ങനെ പ്രതിവാദം നടന്നുകൊണ്ടിരിക്കുക, ഡയലോഗ്സ്. അന്നേരം ഫെസ്തോസ് പറയാ, പൗലോസേ, നിനക്ക് ഭ്രാന്തുണ്ട്, യു ആർ മാഡ്, നീ ഭ്രാന്തനാ. അടുത്ത വാക്യം 24ാമത്തെ വാക്യം ഇങ്ങനെ പറയാം, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. നിനക്ക് വട്ടായി. നമ്മളോടത്തിലെ പഠിച്ചു വട്ടായെന്ന്, ബുദ്ധി കൂടി വട്ടായെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. പൗലോസിനോട് ഫെസ്തോസ് പറയാ, നിനക്ക് പഠിച്ചു വട്ടായി പോയതാ. അതിന് പൗലോസ് കൊടുക്കുന്ന മറുപടി കേട്ടോണം. രാജസ്ത്രീ ഫെസ്തോസേ, എനിക്ക് ഭ്രാന്തില്ല, ഞാൻ സത്യവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നത്. ഞാൻ രാജാവിന് അറിവുള്ളത് കൊണ്ട് അവനോട് ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. പൗലോസ് പറയാ, ഇത് പ്രസംഗിക്കാൻ, ഇത് പറയാൻ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഇതൊക്കെ ഈ പൗലോസിന്റെ പ്രതിവാദം കേട്ടിട്ട് അഗ്രിപ്പാ രാജാവ് പറയാ 28ാം വാക്യത്തിൽ, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിക്കുന്നു. നീ എന്നെ സമ്മതിപ്പിക്കുക, ഞാൻ ക്രിസ്ത്യാനിയാവുമെന്ന് എനിക്ക് തോന്നുന്നു നിന്റെ വർത്താനം കേട്ടിട്ട്. അവനോട് പ്രതിവാദം പറഞ്ഞുകൊണ്ടിരുന്ന രാജാവിന് പോലും താൻ ക്രിസ്ത്യാനിയായി പോകുമോ എന്നുള്ള ഭയം തന്റെ ശുശ്രൂഷയ്ക്കകത്തുനിന്ന് വെളിപ്പെട്ടു. ദൈവമക്കളെ, ജാതികളുടെ ശുശ്രൂഷകനായി തന്നെ ദൈവം വിളിച്ചെന്നുള്ളതിൽ തനിക്ക് അഭിമാനം ഉണ്ടായിരുന്നു. Paul himself is telling his appointment. Hallelujah. So many problems. അദ്ദേഹം ജാതികൾക്ക് വേണ്ടിയുള്ള അപ്രമേയദാനത്തെ വെളിപ്പെടുത്തി പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടായി, വലിയ പ്രതികൂലങ്ങളുണ്ടായി. 21ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 26-21. ഇതു നിമിത്തം യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ച് കൊല്ലുവാൻ ശ്രമിച്ചു. ജാതികൾക്ക് വേണ്ടിയുള്ള രക്ഷയെയും അവരിലുള്ള ദൈവത്തിന്റെ മഹിമാധനത്തെയും പ്രസംഗിച്ചപ്പോ യഹൂദന്മാർക്ക് പൗലോസിനോടുണ്ടായ ദേഷ്യം. ഒരു സമയത്ത് യഹൂദന്മാരിൽ പ്രമാണിയായി വേദപുസ്തക പഠിതാക്കളുടെ ചിന്തപ്രകാരം സെന്നദ്രി സംഘത്തിന്റെ അംഗമായി നിന്ന പൗലോസ്, ഹല്ലേലൂയ, സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ വിരളി പൂണ്ട് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ നിന്ന ആ സംഘത്തിൽ സ്തേഫാനോസിന്റെ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ടിരുന്ന നല്ല ചെറുപ്പക്കാരനായ പൗലോസ്, അവന് ഭ്രാന്ത് പിടിച്ചെന്ന ആൾക്കാർ വിചാരിച്ചത്. ഹല്ലേലൂയ, അവനെ കൊല്ലാൻ വിചാരിച്ചു. ആമേൻ, സ്തോത്രം.
അവിടെ എഴുതിയേക്കുവാ 22-ാമത്തെ വാക്യത്തില്, എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കിയാൽ ഞാൻ ഇന്നുവരെയും നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. എന്നെ അവർ കൊല്ലാൻ നോക്കിയെങ്കിലും, എന്നെ ഒതുക്കാനും തീർത്ത് കളയാനും നോക്കിയിട്ട് എന്റെ കർത്താവ് അതിന് സമ്മതിച്ചില്ല. വേറെ ആരും എന്നെ സഹായിക്കാനില്ലായിരുന്നു. പൗലോസ് ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, ആരും എനിക്ക് തുണ നിന്നില്ല എന്റെ പ്രതിവാദത്തിൽ. പക്ഷെ ദൈവത്തിന്റെ സഹായം ലഭിക്കാൻ ആ എന്നാൽ എന്ന വാക്കാണ് നമ്മുടെയും ബലം. 22:1 വാക്യം തുടങ്ങുമ്പോ അപ്പോസ്തല പ്രവൃത്തി 26-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ, എന്നാൽ ദൈവത്തിന്റെ സഹായം എനിക്ക് ലഭിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നലത്തെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തില്ല, കാരണം ഒരു പ്രൊഫറ്റിക്കൽ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ആ ഫസ്റ്റ് വേഴ്സിൽ നിന്നൊരു ഇൻട്രൊഡക്ഷൻ പോലെ കയറി വരുന്നു. ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, പൗലോസിനെ ഇങ്ങനത്തെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ലെവലേശ ഏശയില്ലെന്നുള്ളതിന്റെ ഏറ്റവും ഉദാത്തമായ തെളിവാണ് ഫിലിപ്പിയ ലേഖനം. ഇന്ന് പകല് എനിക്ക് ഒത്തിരി സമയം കിട്ടിയില്ലെങ്കിലും കിട്ടിയ സമയം ഞാൻ ധ്യാനിച്ചത് ഫിലിപ്പിയ ലേഖനമാണ്. ഫിലിപ്പിയ ലേഖനത്തിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത 16 തവണയിലധികം ജോയ്, സന്തോഷം, സന്തോഷിക്കുക. അയ്യോ പൗലോസെ, കയ്യിലും കാലിലും ആമം കിടക്കുമ്പോൾ, ചങ്ങല കിടക്കുമ്പോൾ എങ്ങനെ സന്തോഷിക്കാൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. അകത്തളത്തിൽ ദൈവസ്നേഹമുള്ളവൻ, അകത്തളത്ത് തന്നെ പറ്റിയുള്ള വിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞവൻ, ചങ്ങലയ്ക്കോ രാജാവിന്റെ പ്രതികൂലത്തിനോ യഹൂദന്മാരുടെ എതിർപ്പുകൾക്കോ ഒന്നും പൗലോസിന്റെ ശുശ്രൂഷയെ ഒതുക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. So he started to explain the joy in suffering. Amen. കഷ്ടതയ്ക്കകത്ത് പാടുന്ന ഒരവസ്ഥ. അതിന് 4 അധ്യായങ്ങളുണ്ട്. അങ്ങനെ സിമ്പിളായിട്ടൊന്ന് ധ്യാനിച്ചപ്പോൾ 1-ാമത്തെ അധ്യായത്തില് എല്ലാ അവസ്ഥകളിലും, പ്രത്യേകിച്ച് കഷ്ടതയിലും സന്തോഷിക്കുക. 2-ാമത്തെ അധ്യായത്തിൽ ദൈവത്തെ സേവിക്കുന്നതിൽ സന്തോഷിക്കുക. 3-ാമത്തെ അധ്യായത്തില് സ്തോത്രം വിശ്വാസത്തിൽ സന്തോഷിക്കുക. 4-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിനു വേണ്ടി കൊടുക്കുന്നതിൽ സന്തോഷിക്കുക. സന്തോഷിക്കുക, സന്തോഷിക്കുക. പിന്നെയും ഞാൻ പറയുന്നു, സന്തോഷിക്കുക. നമ്മൾ പാടുന്നൊരു പാട്ടില്ലേ, കഷ്ടതയിലും പാടുവാൻ, നഷ്ടം അതിൽ കൊണ്ടാടുവാൻ. ഹല്ലേലൂയ. അതാർക്ക് പറ്റും ദൈവമക്കളെ? മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യൻ ഡിസ്റ്റർബ്ഡ് ആയാൽ, മനുഷ്യന് മുറിവേറ്റാൽ അവൻ എല്ലാരെയും മുറിപ്പെടുത്തും. ഞങ്ങളുടെ സ്ഥലത്തൊന്നും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഈ റാന്നി പോലുള്ള സ്ഥലങ്ങളിൽ, കാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലെ ആൾക്കാർക്കറിയാം. അവിടെ ഞാൻ കേട്ടിട്ടുള്ളതോട് ഞാനൊരു അങ്ങനെ അനുഭവിക്കാൻ ഇതുവരെ ദൈവകൃപയാൽ അങ്ങനെ പറ്റിയിട്ടില്ല. നിങ്ങളിൽ ചിലരൊക്കെ അത് കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. വെടികൊണ്ട പന്നി എന്ന് കേട്ടിട്ടുണ്ടോ? വെടികൊണ്ട പന്നി, മുറിവേറ്റവനാവൻ. അവൻ പോന്ന വഴി കാണുന്നവരെ എല്ലാം മുറിവേൽപ്പിക്കും. അപ്പൊ ആരെങ്കിലും നമ്മളെ മുറിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, they are wounded inside. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Their wounds will make others wounding. അവർ മറ്റുള്ളവരെ മുറിപ്പെടുത്തും. അവർ പോലും അറിയത്തില്ല മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നത്. അവരുടെ സംസാരത്തിൽ, അവരുടെ ഇടപെടലുകളിൽ, അവരുടെ ആക്ഷനുകളിൽ അവർ മുറിപ്പെടുത്തും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. They are wounded inside. പക്ഷേ അത് ഒരു പ്രാകൃത മനുഷ്യന്റെ കാര്യമാണ്. എന്നാൽ ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ആത്മീയ മനുഷ്യൻ പറയും, കഷ്ടതയിലും പാടുവാൻ, നഷ്ടം അതിൽ കൊണ്ടാടുവാൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കാരാഗ്രഹത്തിൽ കിടന്നും പാടാൻ, പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാകട്ടോ. പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര ചർച്ചിൽ ശുശ്രൂഷിക്കുമ്പോ അവൻ ഒരു ഗസ്റ്റ് ആയിട്ടൊരു പാസ്റ്റർ വന്നു. നല്ല ചെറുപ്പക്കാരനാണ്. ഹി കെയിം ഫ്രം സൗദി അറേബ്യ. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഇങ്ങനെ ചർച്ചിൽ പറഞ്ഞു. അവരെല്ലാം കൂടെ കൂടിയിരുന്ന് സൺഡേയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ സഭയിലുള്ള എല്ലാരെയും കൂടെ തൂത്തുവാരി CID മാരി പിടിച്ചോണ്ട് പോയിട്ട് ഈ രണ്ട് പേരുള്ള ഓരോ സെല്ലിൽ കൊണ്ടിട്ടു. ഈ 2 പേരുള്ള ഓരോ സെല്ല്, 2 പേരും മുഖാമുഖം നോക്കിയിരിക്കണം.
ഭയങ്കര കൊടിയ പീഡനമാണ്. ആ വലിയ പ്രശ്നത്തിന്റെ നടുവിൽ ഗസ്റ്റായിട്ട് നാട്ടിൽ നിന്ന് എന്ന വേറൊരു പാസ്റ്റർ ഉണ്ട്. പുള്ളിക്കാരൻ വലിയ തകർപ്പൻ പ്രസംഗമായിരുന്നു. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാൽ ഭയപ്പെടത്തില്ല. പ്രസംഗിക്കാൻ ഭയങ്കര വീറോടെ പ്രസംഗിച്ചു. പ്രസംഗം ഒന്ന്. ഈ ജയിലിനകത്ത് പിടിച്ച് ഈ പുതിയ ആയിട്ട് വന്ന വിസിറ്റിങ്ങിന് വന്ന പാസ്റ്റർ ഇട്ടപ്പോൾ പുതുതായിട്ട് വിശ്വാസി വന്ന ഒരു വിശ്വാസിയാണ് കൂടെ കിടക്കുന്നത്. അപ്പൊ ഈ വിസിറ്റിങ്ങിന് വന്ന പാസ്റ്റർ ഇത് കരയാൻ തുടങ്ങി. അന്നേരം പുതുതായിട്ട് വിശ്വാസി വന്ന വിശ്വാസി സഹോദരൻ പറഞ്ഞു, പാസ്റ്ററെ കരയരുത്, പാസ്റ്റർ മുമ്പേ പ്രസംഗിച്ചില്ലേ, ആമേൻ, തീച്ചൂളയിൽ ഇറങ്ങി വരുന്ന ദൈവം ഉണ്ടെന്ന്, പൗലോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച ദൈവം ഉണ്ടെന്ന്. അന്നേരം ആ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു പോലും, നീ മിണ്ടാതിരിക്കെ, ഞാൻ കല്യാണം കഴിച്ചിട്ട് 2 മാസമേ ആകുന്നുള്ളൂ, എന്റെ ഭാര്യ എന്റെ ഭാവി എന്തായിത്തീരും. സരസമായിട്ട് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഞാൻ അതിനകത്തൊരു കാര്യം നോട്ട് ചെയ്തു. ഇറ്റ്സ് വെരി ഈസി ടു പ്രീച്ച്. ക്രിസ്തീയ ജീവിതം ജീവിക്കാനാ പ്രയാസം. ആർക്കും പ്രസംഗിക്കാൻ പറ്റും. എന്നാൽ പൗലോസിനെ നോക്കിക്കേ, പൗലോസ് പറയാണ്, സ്തോത്രം, ഈ ചങ്ങല ഒഴികെ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. എന്ന് വെച്ചാൽ കയ്യിൽ ലിറ്ററലി ചങ്ങല കിടപ്പുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 26-29 ഈ ചങ്ങല ഒഴികെ നീ എന്നെ പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. തനിക്കെതിരെ പോരാടുന്ന, കൊല്ലുവാൻ നിൽക്കുന്ന സൈന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലൻ. What a powerful ministry. How many of you are longing for such a ministry in these days? ഈ പാൻഡമിക്കിന്റെ നടുവിലും കഷ്ടതയിൽ കൊണ്ടാടുവാൻ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ആമേൻ. ദൈവമക്കൾക്ക് സന്തോഷിക്കാൻ പറ്റിയില്ല, പിന്നെ ആരായി ലോകത്ത് സന്തോഷിക്കുന്നത്? മുന്നോട്ട് പോവുകയാണ്. യഹൂദന്മാരെ കൊല്ലാൻ ശ്രമിച്ചു. പൗലോസ് തന്നെ പലതവണ പറയുന്നുണ്ട്, പലതവണ അടികിട്ടി, ആമേൻ, പലതവണ ജയിലിലായി, പലതവണ പല 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 പീഡനത്തിലൂടെ താൻ പോയി. എങ്കിലും അതൊന്നും തന്നെ തളർത്താൻ പറ്റിയില്ല. ചെറിയ മക്കളെ, ആമേൻ, സ്തോത്രം, അവൻ മരണത്തിനും ചങ്ങലയ്ക്കും ഇടയിൽ നിന്നോണ്ട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വെളിപ്പാടുകളെ വിളിച്ചു പറയുന്ന അഭിഷേകം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ആമേൻ, ആമേൻ. 2ാമത്തെ വാക്യം പറയാം, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ലഭിച്ച ദൈവകൃപ. ആ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി തന്റെ നിസ്വാർത്ഥമായ ശുശ്രൂഷയെ പറ്റി പറയാൻ. ശുശ്രൂഷ എന്റേതല്ല. നിങ്ങളോട് ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവകൃപ എന്നിൽ വ്യാപരിച്ചത്. ഞാൻ പറഞ്ഞത്, ഞാൻ പ്രസംഗിച്ചത്, ഞാൻ പ്രവചിച്ചത്, ഞാൻ എഴുതിയത്, ഇതൊന്നും എന്റെ സ്വന്തമല്ല, നിങ്ങളോടുള്ള ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് രാത്രി ബൈബിൾ ക്ലാസ് കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം എന്തെങ്കിലും വെളിപ്പാടുകൾ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിച്ചാൽ എന്റെ കഴിവോ മിടുക്കോ സാമർഥ്യമോ ഒന്നും അതിനകത്തില്ല. അതെല്ലാം നിങ്ങളോടുള്ള ദൈവകൃപയാണെന്ന് ഒരിക്കൽ കൂടെ ഞാൻ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നികളോ അഹങ്കാരമോ ഒക്കെ കയറാൻ സാധ്യതയുണ്ട്. ദൈവമക്കളെ, ശുശ്രൂഷ നമ്മുടേതല്ല. ആമേൻ. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം നമ്മുടേതല്ല. ആമേൻ. ഇതൊന്നും, ഈ കാണുന്ന ഒന്നും നമ്മുടേതല്ല. നമ്മളെല്ലാം അതിന്റെ കാര്യവിചാരകരാണ്. ദൈവം നമുക്ക് വേണ്ടി തന്നതാണ്. നമ്മൾ അതിന്റെ സൂക്ഷിപ്പുകാരാണ്. ആമേൻ. വി ആർ, ആമേൻ, ദൈവത്തിന്റെ, ആമേൻ, കാര്യവിചാരകരാണ് എന്നുള്ള ചിന്ത നാം മറന്നു പോകരുത് എന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. അടുത്തത് 3ാമത്തെ വാക്യം, വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മമുണ്ടായി. സോ ദ സ്പിരിച്വൽ ഡെപ്ത്, സ്പിരിച്വൽ ആഴം. ഈ പൗലോസിന്റെ ശുശ്രൂഷയ്ക്കുള്ള വ്യത്യാസം, പൗലോസിന്റെ എഴുത്തുകൾക്കുള്ള വ്യത്യാസം നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ തിയോളജി കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റത്തില്ല. എത്ര വലിയ ബുദ്ധിമാൻ വായിച്ചാലും, ഗ്രീക്ക് കാണാതെ പഠിച്ചാലും, ആമേൻ, പൗലോസിന്റെ വെളിപ്പാടുകളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതാണ് സീക്രട്ട് ആയിട്ട് പറയുന്നത്. ആമേൻ. വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം കിട്ടി. വെളിപ്പാടിനാൽ കിട്ടിയ മർമ്മത്തെ വെളിപ്പാടുള്ളവന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. വെളിപ്പാടിന്റെ ശുശ്രൂഷ ഉള്ളവന്, അല്ലാത്തവർക്ക് 3 പോയിന്റ്സ് ആമേൻ കോപ്പി അടിച്ച് പ്രസംഗിക്കാൻ പറ്റും. വെളിപ്പാടിനെ പ്രസംഗിക്കണമെങ്കിൽ വെളിപ്പാടിന്റെ ആത്മാവിനെ വേണം. ഇന്നലെ രാത്രി ഞാനത് സൂചിപ്പിച്ചായിരുന്നു, ശ്രദ്ധിച്ചാട്ടെ. ആ ക്ലാസ് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാനത് പറയാം. അതുകൊണ്ടാണ് അതറിയാവുന്ന, ആ മർമ്മം അറിയാവുന്നതുകൊണ്ടാണ് പൗലോസ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ പ്രാപിക്കാനായിട്ട്. ഹല്ലേലൂയ. ആ ജ്ഞാനത്തിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ, വെളിപ്പാടിന്റെ ആത്മാവ് നമ്മൾ ഉണ്ടെങ്കിലേ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടുകളെ, മർമ്മങ്ങളെ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത വാക്യത്തിൽ അദ്ദേഹം പറയാണ്, ആമേൻ, എനിക്ക് മാത്രമല്ല, ആമേൻ, മറ്റു വിശുദ്ധന്മാർക്കും
അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആമേൻ. വെളിപ്പാടിൽ എനിക്കൊരു മർമ്മം അറിയാം എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം, ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മം, ദ മിസ്റ്ററി അബൌട്ട് ജീസസ്, എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. അതായത് ഒരാളുടെ സംസാരത്തില്, ഒരാളുടെ ഇടപെടലില് നമുക്കറിയാൻ പറ്റും ഇവർക്ക് ക്രിസ്തുവിനോട് എത്ര ബന്ധമുണ്ടെന്ന്, ഇവർക്ക് ദൈവരാജ്യത്തോട് എത്ര കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന്, ഇവർക്ക് ദൈവത്തോട് എത്ര സ്നേഹമുണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് ഇടപെടലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും എന്റെ ടേസ്റ്റ് ആയിരിക്കും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. യു കൻ ഈസിലി അനലൈസ് എ പേഴ്സൺ ബിക്കോസ് നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാ വായി സംസാരിക്കുന്നത്. നിത്യതയെപ്പറ്റി കാഴ്ചപ്പാടുള്ള ഒരാളുടെ പ്രസംഗത്തിൽ എപ്പോഴും നിത്യതയെ ഫോക്കസ് ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ശുശ്രൂഷയ്ക്കകത്ത് യേശുവിനോടുള്ള സ്നേഹം അവന്റെ പാട്ടിൽ, അവന്റെ പ്രസംഗത്തിൽ നിറഞ്ഞു തുളുമ്പും. ആമേൻ. കർത്താവിനോടുള്ള ബന്ധത്തിൽ കിടക്കുന്നവൻ അവന് ദൈവത്തിന് വേണ്ടി കൊടുത്താലും മതി വരുത്തില്ല. അതാ ബന്ധത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോ അത് നിങ്ങൾ ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ആ മർമ്മം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ. ശ്രദ്ധിക്കുക, പൗലോസ് എപ്പോഴും അക്നോളേജ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 ശുശ്രൂഷ വൃന്ദമാണ് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ. അപ്പോസ്റ്റൽസ് ആൻഡ് പ്രൊഫറ്റ്സ്, 2 പവർഫുൾ ഓഫീസസ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാത്ത, നമ്മളെല്ലാവരെയും പാസ്റ്റർമാരെന്നാണ് വിളിക്കുന്നത്. പക്ഷേ there are 2 important and powerful offices in the Bible, in the New Testament. In the New Testament 2 പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ, ഒന്ന് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ. അതിലോട്ട് പോയതിന് ഒത്തിരി പറയും. അതുകൊണ്ട് ഇവിടെ കർത്താവിന്റെ ദാസൻ പറയാ അവർക്കും അത് വെളിപ്പെട്ടിട്ടുണ്ട്. ആമേൻ. നമ്മളാണെങ്കിൽ നമ്മളെ മാത്രമേ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ. എന്നാൽ പൗലോസ് പറയാണ്, ആമേൻ, അവർ അന്യോന്യം ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പോസ്തലന്മാർ. പ്രത്യേകിച്ച് പത്രോസ് ലേഖനം എഴുതിയപ്പോൾ പത്രോസിന്റെ ലേഖനത്തിലും പൗലോസിന്റെ ലേഖനത്തെ പറ്റി പരാമർശമുണ്ട്. അതിനെ ശ്ലാഘിച്ചു പറയുന്നുണ്ട്. ശ്രദ്ധിച്ച ദൈവമക്കളെ, അങ്ങനെ എനിക്കൊരു പൂർവകാലങ്ങളിൽ പിതാക്കന്മാർക്ക്, പഴയ നിയമ പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു വലിയ മർമ്മം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു വലിയ മിസ്റ്ററി പറയാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ദാസൻ 3 മർമ്മങ്ങളെ പറ്റി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ മർമ്മം 1-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ. രണ്ടാമത്തെ മർമ്മം 2-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ. മൂന്നാമത്തെ മർമ്മമാണ് 3 മിസ്റ്ററി. ഞാൻ ഇന്നലെ പറഞ്ഞു മിസ്റ്റീരിയോൺ എന്ന പദത്തിൽ നിന്നാണ് മിസ്റ്ററി എന്ന പദം ഉണ്ടായത്. എന്തുവാ മിസ്റ്റീരിയോൺ എന്ന് വെച്ചാൽ? മിസ്റ്റീരിയോൺ മീൻസ് ഇംഗ്ലീഷിലെ ഡിക്ഷണറി നമ്മൾ നോക്കിയാൽ ഇറ്റ് ഈസ് കൺസീൽഡ്, മൂടി വെച്ചപ്പെട്ട അല്ലെങ്കിൽ മറവായിരിക്കുന്നതൊക്കെയാ ഇംഗ്ലീഷിലെ ഡിക്ഷണറി പറയുന്നത്. ബട്ട് ദ ഗ്രീക്ക് വേർഡ് മിസ്റ്റീരിയോൺ സേസ് ഇറ്റ്സ് നോ ലോങ്ങർ ബി ക്ലോസ്ഡ്, ഇറ്റ്സ് ഓപ്പൺ. ഇനി അത് അടച്ചു വെച്ചേക്കുമല്ല. It passed, it was concealed, but it is revealed. Now it is revealed. It's no more concealed, it is revealed. ദൈവമക്കളെ, അത് മുദ്ര വെച്ചേക്കുമല്ല, അത് അടച്ചു വെച്ചേക്കുമല്ല. ദൈവമക്കൾക്ക് വേണ്ടി, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി അതിനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം ഇന്നു രാത്രിയിലും അതിനെ വെളിപ്പെടുത്തി തരുന്നതിനാൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ പൗലോസ് പറയാ, വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം കിട്ടിയിട്ടുണ്ട്. എൻ്റെ വിദ്യാഭ്യാസത്താലല്ല, എൻ്റെ സമ്പാദ്യത്താലല്ല, എൻ്റെ ശക്തിയാലല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. സ്പിരിച്വൽ ഡെപ്ത് മനസ്സിലായല്ലോ. സ്തോത്രം. വിശുദ്ധന്മാരായ അപ്പോസ്തലന്മാരെ അംഗീകരിച്ചിട്ട് അദ്ദേഹം പറയാ ആത്മാവിനാൽ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വാക്ക് നമ്മൾ വാക്കാണല്ലോ പഠിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വാക്ക്. ആമേൻ. ആത്മാവിനാൽ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക്, ആമേൻ, പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ. അപ്പം ഈ മർമ്മങ്ങളെ വെളിപ്പെടണമെങ്കിൽ ആത്മാവ് വേണം, പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത്രയും നേരെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ മിസ്റ്ററിയിലേക്ക്, ആ മർമ്മത്തിലേക്ക് താൻ കടക്കുകയാണ്. ഓപ്പണിംഗ് ദ ട്രഷർ ഓഫ് ദാറ്റ് മിസ്റ്ററി.
no longer hidden. It was concealed but now revealed. പറഞ്ഞു തുടങ്ങുകയാണ്. ശ്രദ്ധിച്ചേ, വലിയൊരു മർമ്മം. ആമേൻ. മൂന്ന് വാക്കുകൾക്കകത്ത് ആമേൻ ദൈവത്തിന്റെ അഭിഷിക്തൻ വിവരിക്കുക. അതോ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മിസ്റ്ററി, ഈ മർമ്മം എന്താണെന്നറിയാമോ? ജാതികൾ ആമേൻ സുവിശേഷത്താൽ ക്രിസ്തുവിൽ 3 ഫാക്ടറാണ് ജാതികളിൽ വർക്ക് ചെയ്തത്. ഒന്ന്, ആമേൻ സുവിശേഷം വർക്ക് ചെയ്തു അവനില്. ആമേൻ യേശു ക്രിസ്തു അവനിൽ വർക്ക് ചെയ്തു. താങ്ക് യു ജീസസ്. ജാതികളിൽ സുവിശേഷം, യേശു ക്രിസ്തുവിൽ അവർ കൂട്ടവകാശികളായി തീർന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു മർമ്മമാണ്. എന്ന് വെച്ചാൽ പൂർവകാല പിതാക്കന്മാർക്കും അത് പിടികിട്ടിയിട്ടില്ല. യഹൂദന്മാർക്ക് ഇപ്പോഴും അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അവരിപ്പോഴും ചിന്തിക്കുന്നത് അവരാണ് ആമേൻ സ്തോത്രം ഹാല്യ മുഴുവൻ കൃപയുടെ അനന്തരാവകാശികളെന്ന്. എന്നാൽ പൗലോസ് വലിയൊരു മർമ്മം പറയാ. fellow heirs, the Gentiles became the fellow heirs. യഹൂദനോടൊപ്പം കൃപയുടെ മുഴുവൻ അനുഗ്രഹങ്ങളുടെയും നിലനിൽക്കുന്ന നിത്യരക്ഷതയുടെയും ക്ഷയവും വാട്ടവുമില്ലാത്ത സ്വർഗീയ അവകാശങ്ങളുടെയും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി ദൈവത്തിന്റെ സകല സമ്പാദ്യങ്ങളുടെയും തീറാധാരം ജാതികളായ നമുക്ക് വേണ്ടി തീരെഴുതി വെച്ചു, വില്ലെഴുതി വെച്ചു, എഴുതി നൽകി. അപ്പോൾ ഈ ഒരു റെവലേഷനകത്ത് പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്ന 3 കാര്യങ്ങൾ സ്വർഗത്തിന്റെ ആത്മാവ് എനിക്കൊരു വെളിപ്പെടുത്തി തന്നത് ഞാൻ നിങ്ങളോട് ശാന്തമായി പറയാം. ഒന്ന്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വിൽപത്രം തന്നാൽ നിങ്ങളത് സൂക്ഷ്മമായി വായിച്ചു നോക്കും. അതിനകത്ത് ഒത്തിരി ക്ലോസുകളുണ്ട്. അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ടോ? ഈസ് ഇറ്റ് ഡ്യൂലി സൈൻഡ്? അത് വാലിഡ് ആണോ? ഇപ്പൊ ഇന്ന് രാത്രി നിങ്ങൾ അതിൽ ഡ്യൂലി സൈൻ ചെയ്തിട്ടുണ്ടോ നോക്കണം. ആ വിൽപത്രം, ദൈവം നിങ്ങൾക്ക് തന്ന ആമേൻ അവകാശത്തെ നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് മനസ്സിലാക്കണം, മനസ്സിരുത്തി വായിക്കണം. ദൈവം നിങ്ങൾക്ക് തന്ന വിൽപത്രം, ദൈവം നിങ്ങൾക്ക് തന്ന ആമേൻ പ്രോമിസറി നോട്ട്, ഇറ്റ്സ് നോട്ട് എനിത്തിങ് എൽസ്, ഇറ്റ് ഈസ് എ സ്ക്രിപ്ചർ. അതാണ് ദൈവത്തിന്റെ വചനം. ദൈവം നമുക്ക് തന്ന ലവ് ലെറ്റർ, ദൈവം നമുക്ക് തന്ന ആമേൻ പ്രോമിസറി നോട്ട്, പ്രോമിസസ്, ആമേൻ കടപ്പത്രം, വിൽപത്രം, നമ്മുടെ മഹിമാധനങ്ങളെ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ വചനം. ഫ്രം ജെനിസിസ് ടു റെവലേഷൻ ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള മഹിമാധനങ്ങളെയാണ് വിവരിക്കുന്നത്. താങ്ക് യു. അപ്പൊ വിൽപത്രം എന്താണെന്ന് മനസ്സിലാക്കണം, അതിലെ ക്ലോസുകളെല്ലാം പഠിക്കണം. ആമേൻ. രണ്ടാമത്തെ കാര്യം, അതിനകത്തുള്ള മഹിമാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. We should know it. നമ്മൾ അത് മനസ്സിലാക്കണം. സ്തോത്രം. അല്ലെങ്കിൽ പഴയ നിയമ ഭക്തന്മാർക്ക് മൂത്ത കുട്ടിക്ക് കൊടുക്കുന്ന ഡബിൾ പോർഷൻ അവന് കൊടുക്കും. രാമൻ ഇരട്ടി പങ്ക് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇരട്ടി പങ്ക് ലഭിക്കുന്നവന്റെ കയ്യിൽ ഒരു വടി ഇരിപ്പുണ്ട്, ഒരു വടി. ആ വടിക്കകത്ത് അവന്റെ പ്രോമിസ് എല്ലാം എഴുതിയിട്ടുണ്ട്. പിതാക്കന്മാർക്ക് എവിടെയൊക്കെ സമ്പാദ്യങ്ങളുണ്ട്, എവിടെയൊക്കെ വസ്തുക്കളുണ്ട്, എവിടെയൊക്കെ ആമേൻ അവർക്ക് ആമേൻ അവരുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽ ലഭിച്ച സമ്പാദ്യങ്ങളുണ്ടെന്ന് ഇവർ അടുത്ത അനന്തരാവകാശികൾ ഇത് വായിച്ച് അവർ ഹൃദയസ്ഥമാക്കണം, മനസ്സിലാക്കണം. നമുക്കറിയാം ഇസഹാക്ക് ആമേൻ തന്റെ പിതാക്കന്മാരുടെ കാലത്ത് മൂടപ്പെട്ട് കിടന്ന കിണറുകളെ കുഴിക്കുവാനായിട്ട് താൻ പുറപ്പെടുന്നതായി കാണാൻ പറ്റും. എങ്ങനെയാണ് ഇസഹാക്കിന് ഇന്ന സ്ഥലങ്ങളിലാണ് തന്റെ പിതാക്കന്മാർ കുഴിച്ച കിണറുകൾ ഉണ്ടെന്ന് മനസ്സിലായത്? ഹി റെഡ് ഇറ്റ്, ഹി ഗോൺ ത്രൂ ഇറ്റ്. അവൻ അതിലൂടെ പോയി, അവനത് വായിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, ആ മഹിമാധനം അറിയണമെങ്കിൽ നിങ്ങൾ ഈ വിൽപത്രം വായിക്കണം, നിങ്ങൾ ഇതിലൂടെ പോകണം, നിങ്ങളിത് ധ്യാനിക്കണം. എവിടെയൊക്കെ പിതാക്കന്മാരുടെ അവകാശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ശത്രു മണ്ണിട്ട് മൂടിവെച്ച നിന്റെ മഹിമാധനങ്ങളെ, നിനക്ക് വേണ്ടി സ്വർഗം തുറന്നുവിട്ട ഉറവകളെ എവിടെയൊക്കെ ശത്രു ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം പ്രാർത്ഥിച്ച് അഴിക്കുവാനുള്ള ആത്മാവിന്റെ കരുത്തിന്ന് രാത്രി പ്രാപിക്കണമെങ്കിൽ അതിനെ അറിയണം. should know. അതാ പൗലോസ് പറഞ്ഞ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് തേർഡ്, ആമേൻ, ആ അവകാശത്തെ സ്വന്തമാക്കണം. യു ഷുഡ് അഡ്മിനിസ്ട്രേറ്റ് ദ ഇൻഹെറിറ്റൻസ്. നിങ്ങൾ ആ ഇൻഹെറിറ്റൻസിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം. ദൈവം വാഗ്ദത്തം ചെയ്ത ദേശമാ പാലും തേനും ഒഴുകുന്ന ദേശം. പക്ഷേ ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം കൊടുത്ത ദേശമാണ്. പക്ഷെ അവരവിടെ ചെല്ലുമ്പോൾ അവിടെ ജാതികളുണ്ടായിരുന്നു. ആ ജാതികളെ ഒന്നൊന്നായിട്ട്
ഒഴിപ്പിച്ച് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവരെ വാഗ്ദത്തം പിടിച്ചടക്കണമായിരുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ഒരു ദൂത് പറയാം. വാഗ്ദത്തം കൊണ്ട് കട്ടിലേക്ക് എടുക്കണം, ഉറങ്ങരുത്. വാഗ്ദത്തത്തിന് വേണ്ടി പോരാടണം. വാഗ്ദത്തത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ നീ എഴുന്നേക്കണം. ദൈവത്തോട് പറയണം, കർത്താവേ, യു ഫൈറ്റ് ഓൺ മൈ ബിഹാഫ്. Hallelujah. So you should come to the administrative level. അതിനെ അവകാശമാക്കുവാൻ, അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വരണം. താങ്ക് യു ജീസസ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, നമ്മൾ ആ വിൽപത്രം മനസ്സിലാക്കണം. രണ്ട്, നമ്മൾ ആ മഹിമാധനത്തെ അറിയണം. നമ്മൾ ആ അവകാശത്തെ സ്വന്തമാക്കണം. നമ്മൾ അതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം. സോ കോ ഹയേഴ്സ് അല്ലെങ്കിൽ ഫെലോ ഹയേഴ്സ് എന്നുള്ള വാക്കിനകത്ത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ, ഇറ്റ്സ് നോട്ട് എ ഹാഫ് ഓണർഷിപ്പ്, ഒരു പകുതി അല്ല. രാജാക്കന്മാർ പറഞ്ഞു, എൻ്റെ പകുതി രാജ്യം നിനക്ക് തന്നേക്കാം. അങ്ങനെയല്ല. സ്വർഗത്തിൽ എന്തൊക്കെ മഹിമാദാനമുണ്ടോ അതിൻ്റെ മുഴുവൻ കൂട്ടവകാശികളാക്കി ഫുൾ ഓണർഷിപ്പ് ആകട്ടോ. ഫുൾ ഓണർഷിപ്പ്. റോമാലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, ആമേൻ, ക്രിസ്തുവിൽ നമ്മളെ കൂട്ടവകാശികളാക്കി തീർത്തു. എങ്ങനെയാണ് ക്രിസ്തുവിൽ നമ്മളെ കൂട്ടവകാശികളാക്കി തീർത്തത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് പറയാൻ പറ്റും. ആമേൻ, നമുക്ക് പുത്രന്മാരാകുവാൻ കർത്താവിനെ വിശ്വസിക്കുന്ന നമുക്ക്, ആമേൻ, ദൈവ മക്കളാകുവാൻ അവൻ അധികാരം തന്നു. God has given us the right to be his children. എങ്ങനെയാണ് ഈ ഫെലോ ഹയേഴ്സ് ആയി മാറിയതെന്ന് പറഞ്ഞാൽ, അവൻ ദൈവത്തിന്റെ മക്കളായി നമ്മൾ മാറി. അതാണ് പൗലോസ് പറയുന്ന വെളിപ്പാട്. നമ്മളെ ആ ഭവനത്തിനകത്ത് കൊണ്ടുവന്നു. നമ്മൾ വീട്ടിലെ മക്കളായി തീർന്നു. ആ പ്രൊഡിഗൽ സണ്ണിനെ പറ്റി ശ്രദ്ധിച്ച്, അവൻ വീടിന്റെ വെളിയിലായിരുന്നു. എന്നാൽ അവൻ തിരിച്ചു വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ പിന്നെയും അവന്റെ അപ്പന്റെ സ്വത്തുക്കളുടെ അവകാശിയായി തീർന്നു. The same picture here. നമ്മൾ വീട്ടിനകത്തേക്ക് വന്നു. നമ്മൾ പന്നിക്കൂട്ടിൽ കിടന്നവരാണ്. അവൻ സ്ലേവറി ആയിരുന്നു. ഹി വാസ് എ സ്ലേവ്. ചിലർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പാസ്റ്റർ, രക്ഷഭദ്രമാണോ? കാരണം മുളവനയിലെ ബേവിച്ചന്റെ കൊച്ചുമോനായി, മുളവന ബാബുവിന്റെ കൊച്ചുമോനായി ജനിച്ചു. അപ്പോ നീ എന്തൊക്കെ എവിടൊക്കെ നടന്നാലും, ഏത് പന്നിക്കുട്ടി പോയാലും അപ്പന്റെ പേര് മാറ്റാൻ പറ്റത്തില്ലല്ലോ. ബർത്ത് സർട്ടിഫിക്കറ്റിനകത്തിൽ അപ്പന്റെ പേര് സെയിം ആയിരിക്കുമല്ലോ. ന്യായമായൊരു ചോദ്യമാണത്. അങ്ങനെയാണെങ്കിൽ പുത്രത്വം നഷ്ടപ്പെടുമോ? ദൈവമക്കളെ, പുത്രത്വം ആമേൻ നഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യത്തിൽ ഈ പ്രൊഡിഗൽ സണ്ണിന്റെ, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ മുടിയനായ പുത്രന്റെ കഥയ്ക്കകത്ത് വലിയൊരു ആത്മീയ അന്തസത്തയുണ്ട്. ഇന്ന് രാത്രി മനസ്സിലാക്കണം കേട്ടോ. അവന്റെ അപ്പനോട് അവകാശങ്ങൾ തരാൻ പറയുമ്പോൾ, യഹൂദ പാരമ്പര്യം അനുസരിച്ച് അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ ഭവനത്തിന്റെ അവകാശം ചോദിച്ചാൽ അപ്പന്റെ ഗ്രേസിനെ അവൻ ഡിസ്പൈസ് ചെയ്യുക. നമ്മൾ പറയത്തില്ലേ, അപ്പൻ മരിച്ചെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ മക്കളാരും ചോദിക്കാറില്ല. നമുക്കറിയാം, യാക്കോബ് ഒരു വടിയുടെ അഗ്രത്ത് ചാരി നമസ്കരിച്ചുകൊണ്ട് തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചിട്ട് അവൻ ഈ ലോകത്തിൽ നിന്ന് പോയി. അതേപോലെ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ചെയ്യുന്നതാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോ നമ്മുടെ നാട്ടിലൊരു നാട്ടു നടപ്പുണ്ട്. അപ്പനും അമ്മമാരും പറയും, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് മക്കൾ തമ്മിൽ തല്ലുകൂടാതിരിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേ അങ്ങ് ചെയ്തേക്കാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ആ യഹൂദ സിസ്റ്റം അനുസരിച്ച് അപ്പനോട്, അപ്പാ നിന്റെ അവകാശത്തിന്റെ പകുതി തരാൻ പറഞ്ഞപ്പോൾ അപ്പന്റെ സ്നേഹം അവൻ കണക്കാക്കിയില്ല. അവൻ അദ്ദേഹത്തിന്റെ മകനായിരിക്കും. റോഡിൽ കൂടെ നടക്കുമ്പോഴൊക്കെ ഇന്നടത്തെ വീട്ടിലെ കൊച്ചനല്ലേ പോന്നെന്ന് നാട്ടുകാർ ചോദിക്കുമായിരിക്കും. ബട്ട് ഹീ ഈസ് നോ മോർ റിലേറ്റഡ് ടു ദ ഫാമിലി. അവൻ വീട്ടിനകത്തല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപ്പാന്ന് വിളിക്കാൻ അവന് അവകാശമുണ്ട്. പക്ഷെ അവനും അപ്പനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി. അല്പം കൂടെ ആഴത്തിൽ പറഞ്ഞാൽ, അവൻ പുതിയ നിയമത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു സംഭവകഥയുണ്ട്. രണ്ടുപേര് മരിച്ചു. അവൻ ധനവാനും ലാസറും. ധനവാൻ പോയി കിടന്ന് വിളിക്കുന്ന വിളി വേറെയൊന്നുമല്ല, ചക്കരേ പാലേ തേനേന്ന് തന്നെ ദൈവത്തെ വിളിക്കുന്നത്. അബ്രഹാം, പിതാവേ, ഓ മൈ ഫാദർ. അല്ലെങ്കിൽ നമ്മൾ ഗ്രീക്കിലോ എബ്രായ ഭാഷയിലോ മറ്റ് യവനായ ഭാഷയിൽ അബ്ബാ എന്ന് തന്നെയാ വിളിക്കുന്നത്. വിളിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ റിലേഷൻഷിപ്പിനകത്തുനിന്ന് വിളിക്കുമ്പോഴാണ് ആ വിളിക്ക് പ്രയോജനമുണ്ടാകുന്നത്. നമ്മൾ സ്നേഹത്തോടെ എത്രയോ പേരെ അപ്പ എന്ന് വിളിക്കാറുണ്ട്, അമ്മ എന്ന് വിളിക്കാറുണ്ട്. ഞാനൊരു രാജ്യത്തിൽ ഒരു വീട്ടിൽ 1.5 മാസം താമസിച്ചു.
ഒരു അച്ഛനും അമ്മാമ്മയും, ഓ ദേ ആർ സോ ലവ്ലി പീപ്പിൾ. അവർ രണ്ടുപേരുടെയും കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചു, പ്രായമൊക്കെ ആയിട്ട് അവർ വേറെ സ്ഥലങ്ങളിലേക്ക് മാറി ദൂരെ താമസിക്കുകയാണ്. ഇവരൊക്കെ പ്രായമായി, പക്ഷേ സ്റ്റിൽ ദേ ആർ ഡൂയിങ് ജോബ്. രണ്ടുപേരും ഗവൺമെന്റ് ജോലിയിലാണ്. ആന്റി ഗവൺമെന്റിൽ വളരെ ഉന്നതമായ സ്ഥാനത്തിലാണ്. എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പേ പാസ്റ്റർ ഇന്നെവിടെയാണ് മീറ്റിംഗ്, ആരാണ് കൊണ്ടുപോകാൻ വരുന്നതൊക്കെ പറഞ്ഞ് അങ്കിൾ വന്ന് നല്ല ഹഗ്ഗൊക്കെ തന്നിട്ട് പോകും. ലവ് യു പാസ്റ്റർ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോകും സന്തോഷത്തോടെ. അവർ തിരിച്ചു വരും. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും ഗദ്ഗതത്തോടെ കരഞ്ഞുകൊണ്ട് എന്നെ യാത്രയാക്കി. ഞങ്ങളുടെ മൂത്ത മോനായി വീട്ടിൽ നിന്ന് പോകുന്നത് അതൊരു വലിയ അനുഭവമാകട്ടോ. നമ്മൾ പോകുന്നിടത്തൊക്കെ പാസ്റ്ററെ താങ്കൾ ഞങ്ങളുടെ മൂത്ത മോനാന്ന് പറയുമ്പോഴുള്ള ആ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പനെ അമ്മയും വീട്ടുകാരെയൊക്കെ വിട്ടിട്ട് ഈ പരദേശത്തൊക്കെ വന്ന് താമസിക്കുമ്പോൾ ഹല്ലേലൂയ അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നത് അത് എന്നോടുള്ള ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ തമാശയ്ക്ക് പിന്നീട് ഫോൺ ചെയ്തപ്പോൾ ചോദിച്ചു, അതേ ഞാൻ മൂത്ത മോനാണെന്നല്ലേ പറഞ്ഞത്. സോ വെൻ യു ഡിവൈഡ് യുവർ പോർഷൻസ്, നിങ്ങളുടെ സമ്പാദ്യം ഒന്ന് വിഭജിക്കുമ്പോൾ എനിക്ക് ഒരു പോർഷൻ കാണുമല്ലോ ഇല്ലേ? നോ, അത് ജോജിക്കും ജിജോയ്ക്കും മാത്രമേ ഉള്ളൂ. അത് പാസ്റ്റർ ജെയിംസിനില്ല. പാസ്റ്റർ ജെയിംസിന് എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പേ ഒരു നല്ല കിസ് തരുമായിരുന്നു, ഹഗ് തരുമായിരുന്നു. തിരിച്ചു വരുമ്പോൾ സ്നേഹത്തോടെ ഹഗ് ചെയ്യുമായിരുന്നു. പെട്ടിയെടുത്തുകൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നു. ബിക്കോസ് ഞാൻ ആ വീട്ടിലെ മകനല്ല, ഞാൻ ചെന്നു കയറിയ മനുഷ്യനാ. എന്നാൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ തൂത് പറയാം, സ്ലേവ്സ് ആയിരുന്ന നമ്മളെ ക്രിസ്തുവിന്റെ ഭവനത്തിന്റെ അവകാശികളാക്കി മാറ്റി. ആമേൻ. അടിമകളുടെ ഇടയിൽ കിടന്ന മകൻ ഓടി തിരിച്ചു വന്നപ്പോൾ അവൻ റെസ്റ്റോർ ചെയ്യപ്പെട്ടു. ദൈവമക്കളെ, നമ്മൾ ഈ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ ഇത്രയും വലിയ മഹിമാധനമൊന്നും നമ്മുടെ സ്വന്തമാകുമെന്നോ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അയ്യോ, ഇത്രയും വലിയ സമ്പത്തിന്റെ ഉടമയാണോ ഞാൻ? അയ്യോ ഹല്ലേലൂയ. നമ്മൾ ഇതൊന്നും കൊതിച്ചു വന്നവരല്ല, ഇതൊന്നും കിട്ടാൻ വേണ്ടി വന്നതല്ല. യേശുവാ നമ്മുടെ വലിയ സമ്പത്ത്. പക്ഷെ ഇന്ന് രാത്രി യേശുവിലൂടെ നമുക്ക് കിട്ടിയ ആ പുത്രത്വത്തെ, ആ നിത്യജീവനെ, കിരീടത്തെ, തേജസ്സിനെ ഒക്കെ ധ്യാനിക്കുമ്പോൾ കർത്താവേ, നിന്നിലായ നാൾ ഭാഗ്യമേ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ കഷ്ടമുണ്ടായിരിക്കും, ഈ ഭൂമിയിൽ പ്രതികൂലമുണ്ടായിരിക്കും, ഈ ഭൂമിയിൽ നിന്ദയുണ്ടായിരിക്കും, ഈ ഭൂമിയിൽ നമ്മളെ ആരും അക്സെപ്റ്റ് ചെയ്തില്ലെന്ന് വരും, നമ്മൾ ചെയ്തതിനെ ആരും അക്നോളജ് ചെയ്തില്ലെന്ന് വരും. ബട്ട് സ്റ്റിൽ വി ഹാവ് എ ഗ്രേറ്റ് ഹെറിറ്റേജ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഇൻ ക്രൈസ്റ്റ്. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പോ ഈ പ്രോഡിഗൽ സൺ തിരിച്ചു വരുമ്പോൾ, പുത്രത്വത്തെ പറ്റിയാ പറയുന്ന പരിശുദ്ധാത്മാവ്. തിരിച്ചു വരുമ്പോൾ അവൻ വാതിക്കലെത്തി നിൽക്കുമ്പോൾ അവൻ അറിയാം, ഞാനൊരു പുത്രനല്ല, ഞാൻ ആ പുത്രത്വത്തെ ബ്രേക്ക് ചെയ്തിട്ടാ പോയത്. എനിക്ക് ഡാഡി എന്ന് വിളിക്കാൻ, അബാ എന്ന് വിളിക്കാനുള്ള അവകാശമില്ല. അത് അറിയാവുന്ന നല്ല പയ്യൻ അവൻ വാതിക്കൽ നിന്നോണ്ട് പറയാ, അപ്പാ നിന്റെ വേലക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ കാണണം. കാരണം അവൻ അറിയാം, ഞാനിപ്പം നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഞാനിപ്പം നിൽക്കുന്ന സ്പിരിച്വൽ കണ്ടീഷൻ. അവൻ പറയുന്നത് ഇറ്റ്സ് എ സ്പിരിച്വൽ കണ്ടീഷൻ. നമ്മൾ അങ്ങനെ ആ സ്വർഗത്തിന്റെ വാതിക്ക പോയി രക്ഷിക്കപ്പെടുന്നതിന്റെ ചില മിനിറ്റുകൾക്ക് മുമ്പ് നിന്ന അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. പാപത്തിന്റെ ശാപം പേറിക്കൊണ്ട് അപ്പന്റെ മുന്നിൽ നിന്ന നിപ്പിനെ പറ്റിയാ പറയുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആ നല്ല അപ്പൻ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ന്യായപ്രമാണത്തിന്റെ കല്ലുകൾ, ആമേൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ന്യായപ്രമാണം പഠിച്ചാൽ അപ്പന്റെ മുതലുകൾ മുടിച്ചിട്ട് പോന്നവൻ അവൻ തിരിച്ചു വന്നാൽ അവൻ അനുസരണക്കേരനായി ഷഠനായി ആമേൻ പോയത് കൊണ്ട് അവനെ പബ്ലിക്കിൽ ഏൽപ്പിച്ചു കൊടുക്കണം. തിരിച്ചു വന്നു എന്റെ മോൻ, എല്ലാം നശിപ്പിച്ചിട്ട് വന്നെന്ന് പറഞ്ഞ് അവനെ ന്യായപ്രമാണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. നാട്ടുകാർ അവനെ പബ്ലിക്കലി കല്ലെറിഞ്ഞു കൊല്ലണം. ദൈവവചനം ധ്യാനിക്കുക, അങ്ങനെയാണ് നിയമം. എന്നാൽ ന്യായപ്രമാണത്തിന്റെ കല്ലുകൾ അവന്റെ മേൽ വീഴാതിരിപ്പത്തക്കവണ്ണം അപ്പൻ അവനെ കണ്ടിട്ട് ഓടി ഇറങ്ങി വന്നു. യെസ്, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന് അപ്പൻ ആ സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റാതെ തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതാണ് വെളിപ്പാട്. ഓടി വന്നവന്റെ വസ്ത്രം പോലും മാറ്റാതെ, സ്റ്റിൽ വി വെയർ സിന്നേഴ്സ്. അപ്പന്റെ കരവലയം നമ്മളെ കോരിയെടുത്ത് നമ്മളെ മാറോട് ചേർത്ത് പിടിച്ചു. പന്നിക്കൂട്ടത്തിൽ കിടന്ന സ്മെല്ല് കാണും, ആ പാപത്തിന്റെ ഒക്കെ അവൻ പാടുകളുണ്ട്. പക്ഷേ ഹാലിലെ വസ്ത്രം പോലും മാറ്റാതെ ആ ചെളി പിടിച്ച ശരീരത്തിൽ അപ്പൻ കെട്ടിപ്പിടിച്ചിട്ട് അപ്പൻ കയ്യിൽ കിടന്ന മുദ്രമോതിരം അവന്റെ കയ്യിലേക്ക് ഇട്ടപ്പോൾ, that is the sign that you became the co-heir.
ആ മോതിരത്തെ പറ്റി പഠിച്ചാൽ അവൻ അതിനകത്തൊരു സീൽ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ദ എംബ്ലം ഓഫ് സൈൻ. സീൽ, ഇറ്റ് ഷോസ് ദ അതോറിറ്റി. അവൻ ഞാൻ ഇങ്ങനെയാ മനസ്സിലാക്കിയത്, എൻ്റെ അറിവനുസരിച്ച് ആ മകനെ റെസ്റ്റോർ ചെയ്തപ്പോൾ അവന്റെ കയ്യിൽ കിടക്കുന്ന മുദ്രമോതിരം ഉണ്ടല്ലോ, ആ അപ്പന്റെ ബാക്കിയുള്ള സ്വത്തുക്കളെ സകലത്തെയും അവകാശിയാക്കി അവനെ റെസ്റ്റോർ ചെയ്തു. അതാ ചേട്ടന് സഹിക്കാൻ പറ്റാണ്ടായി പോയത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ദൈവമക്കളെ, ഒന്നുമില്ലാതെ ചത്തു വിറങ്ങലിച്ചു നിന്ന പാപത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന് നമ്മളെ കോരിയെടുത്ത് മാറോട് ചേർത്ത് വെച്ച് പുത്രത്വം എന്ന മുദ്രമോതിരം നമ്മുടെ കയ്യിലിട്ട് തന്നപ്പോൾ സകലത്തിന്റെയും അവകാശികളാക്കി ദൈവം നമ്മളെ മാറ്റി. ആ പുത്രത്വത്തിനായിട്ട് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, we are his beneficiaries. മത്തായിയുടെ സുവിശേഷം 25:34 നിങ്ങൾ ധ്യാനിക്കണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ സമയം തീർന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിക്കണം. ആമേൻ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അപ്പോൾ എബ്രായ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം പറയാണ്, the sons has been appointed highest of everything. പുത്രനെ, എബ്രായ ലേഖനം ആമേൻ 1-ാം അധ്യായം 2-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലെ അവൻ താൻ സകലത്തിനും അവനെ പുത്രൻ മുഖാന്തരം അവൻ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. പുത്രത്വമുള്ളവനാണ് സകലത്തിനും അവകാശി. അപ്പോ കോ ഹയർ എന്ന് വെച്ചാൽ, അല്ലെ ഫെലോ ഹയർ എന്ന് വെച്ചാൽ, ഈ കയ്യിൽ പുത്രത്വത്തിന്റെ മുദ്രമോതിരം കിടക്കുന്നവനാണ്. ഹല്ലേലൂയ, he will share the inheritance of Jesus. Christ gave his glory, his riches to us. യോഹന്നാൻ 17:22 പറയുന്നു, എന്റെ മക്കൾക്ക് ഞാൻ സകലവും കൊടുത്തേക്കുക. പുത്രന്മാർക്ക് ഞാൻ ഒന്നും പിടിച്ചു വെച്ചിട്ടില്ല, എന്റെ മഹത്വത്തെ ഞാൻ എന്റെ മക്കൾക്ക് കൊടുത്തേക്കുക. 2 കൊരിന്ത്യർ 8:9 പറയാം, മൈ റിച്ചസ്, എന്റെ ധനങ്ങൾ ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേക്കുക. എബ്രായയിലെ 1:2 ഓൾ തിങ്സ്, എല്ലാം എന്റെ പുത്രന്മാർക്ക് കൊടുത്തേക്കുക. എഫെസ്യർ 1:6 പറയുന്നു, എന്റെ ബിലവഡായി എന്റെ വാത്സല്യത്തിൽ അവരെ ഉൾക്കൊണ്ടിരിക്കുക. ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, all belongs to Jesus is yours. എന്തൊക്കെ ദൈവത്തിനുണ്ടോ അതെല്ലാം നമ്മുടേതാണ്. സ്തോത്രം. ഗലാത്യ ലേഖനം 4-7 വാക്യം പറയുന്നു, God made you and me as a heir. ദൈവത്തിന്റെ കൂട്ടവകാശികളായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു. Our eternal inheritance as the co-heirs with Christ is the result of amazing grace of God. ദൈവത്തിന്റെ മഹാകൃപയാണ് അതിനകത്ത് പ്രവർത്തിച്ച ഒരു ഫാക്ടർ എന്ന് പറഞ്ഞത്. തേജസ്സിന് നമ്മളെ കൂട്ടവകാശികളാക്കി തീർത്തു. Hallelujah, thank you Jesus. എഫെസ്യർ ലേഖനം 2:13 അതാ പറഞ്ഞത്. Amen. In Christ Jesus you have once were far away, have been brought near by the blood of Christ. God took us, poor orphans in the world, and made us the part of his family. ദൂരസ്ഥരായിരുന്ന നമ്മളെ ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി വീട്ടിലെ അവകാശികളാക്കി മാറ്റി. Hallelujah, thank you Jesus. Hallelujah, thank you Jesus. പഴയ നിയമത്തിലെ വീണ്ടെടുപ്പുകാരൻ, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ വ്യവസ്ഥ അനുസരിച്ച് ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായിരിക്കണം വിലയ്ക്ക് വാങ്ങുന്നത്, ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ. അതുകൊണ്ടാണ് നവോമി പറയുന്നത് റൂത്തിനോട്, നിന്നെ ആരെങ്കിലും സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരെ ഞാൻ അന്വേഷിക്കുന്നത്. ശ്രദ്ധിച്ചാട്ടെ ദൈവമക്കളെ, ആമേൻ, സ്തോത്രം. ഒരു ന്യായമായിട്ടും ഒരു മഹത്വം, മഹിമാധനം, അല്ലെങ്കിൽ ആമേൻ ധനമൊക്കെ നമ്മളിലേക്ക് വരണമെങ്കിൽ ഹെറിറ്റേജ് ആയിട്ട് വരണം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടണം. നമ്മുടെ സക്സസേഴ്സ്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് നമുക്ക് കിട്ടണം. പക്ഷെ ശാരീരികമായിട്ട് നമ്മൾ പറഞ്ഞാൽ, സ്തോത്രം, നമ്മൾ നമ്മൾ ഒരാളിൻ്റെ മകനാ, അല്ലെങ്കിൽ ഞാൻ മുളവനയിലെ ബാബുവിൻ്റെ മകനാ. പക്ഷെ എൻ്റെ സ്പിരിച്വൽ, എൻ്റെ അകത്തെ മനുഷ്യൻ സത്യത്തിൽ ഓർഫനായിരുന്നു. യെസ്, നമ്മുടെ പുറമേ മനുഷ്യൻ ഒരു അപ്പനോ അഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അകത്തെ മനുഷ്യൻ അഡ്രസ്സ് ഇല്ലാത്തവനായിരുന്നു. എൻ്റെ അകത്തെ മനുഷ്യന് അവനെ വിലയ്ക്ക് വാങ്ങി എൻ്റെ അകത്തെ മനുഷ്യൻ്റെ പിതാവായി എൻ്റെ ദൈവം മാറി. അവൻ ബോവസ് റൂത്തിന്റെ കിൻസ്മാൻ ആയതുപോലെ, ചാർച്ചക്കാരനായി, വീണ്ടെടുപ്പുകാരനായതുപോലെ യേശു കർത്താവ് എന്നെ പബ്ലിക്കായിട്ട് വിലയ്ക്ക് വാങ്ങി തൻ്റെ കൂട്ടവകാശി ആക്കി തീർത്തു. ഹല്ലേലൂയ. ഇതാണ് ഏറ്റവും വലിയ വെളിപ്പാട് പറയുന്നത്. ഇന്ന് രാത്രി ഏകദേശം ചില മിനിറ്റുകളുടെ ബാക്കിയുള്ളപ്പോൾ ഞാൻ നിർത്താതെ ഓടിച്ചു പറയാനുള്ള കാരണം, എനിക്കിത് പറഞ്ഞു തീർക്കാനുള്ള കൊതി കൊണ്ടാണ്. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ നിങ്ങളുടെ ഹൃദയം ഇന്ന് രാത്രി ആനന്ദത്താൽ തുള്ളണം. അവൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മളെ കോ-ഹയർ ആക്കി തീർക്കുവാൻ അവർ പെടാപ്പാടുണ്ടല്ലോ. അത് വെളിപ്പാടിലൊന്ന് കാണണം.
ഹല്ലേലൂയ. ഇന്ന് രാത്രി ധ്യാനിക്കുമ്പോൾ എനിക്കറിയത്തില്ല ഇത് എവിടെ കൊണ്ട് എനിക്ക് അവസാനിക്കാൻ പറ്റുമെന്ന്. ഗാഡ് ദ ഫാദർ, പിതാവായ ദൈവം, നമ്മളെ എന്തു കാര്യത്തിനും എല്ലാവരും ബ്ലെയിം ചെയ്യുന്ന പിതാവായ ദൈവത്തെ അല്ലേ? മത്തായിയുടെ സുവിശേഷം 13 ഞാൻ വായിച്ചപ്പോൾ മത്തായി 13:27 ഒരു ഉപമയുണ്ട്. അപ്പോൾ അവൻ വിതച്ച വിതയെ പറ്റിയാ പറയുന്നത്. അപ്പം ചീത്ത വിത്ത് അല്ലെങ്കിൽ അവൻ കള വിതച്ചിട്ട് പോയപ്പോൾ പിറ്റേ ദിവസം വന്നിട്ട് അവൻ അപ്പനോട് അല്ലെങ്കിൽ കൃഷിക്കാരനോട് ദൈവത്തെ ആ കുറ്റം പറയുന്നു. നല്ല വിത്തല്ലയോ വിതച്ചത്, നിങ്ങളത് വായിക്കണം കേട്ടോ, ടൈം ഇല്ലാത്തതുകൊണ്ട്. നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കള എവിടുന്ന് വന്നു? സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യനിങ് ഗാഡ്. എല്ലാത്തിനും നമ്മൾ ദൈവത്തെയാ ചോദ്യം ചെയ്യുന്നത്. കളയ്ക്കും ദൈവത്തിനാ കുറ്റം. ഈ പാൻഡമിക്കിന്റെ ടൈമിൽ അനേകർ വിശ്വാസികൾ തന്നെ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ വളരെ സൂക്ഷിക്കണം കേട്ടോ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, ഇതൊരു ഫിൽറ്ററിങ്ങിന്റെ ടൈമാണ്. ദൈവം തനിക്ക് വേണ്ടവരെ വേർതിരിക്കുന്ന ടൈം ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ച് തീരുമാനങ്ങളും വളരെ സൂക്ഷിച്ച് നമ്മുടെ വാക്കുകളും പ്രയോഗിക്കണം. ശ്രദ്ധിച്ചേ, ആമേൻ. കളയ്ക്കും ദൈവത്തിന് കുറ്റം പറയാം. അതേപോലെ തന്നെ ഈ പാൻഡമിക്കിന്റെ ടൈമിൽ വിശ്വാസികൾ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? വൈ സിക്നസ്, വൈ പാൻഡമിക്? നല്ലവനായ ദൈവത്തിന് എന്തുകൊണ്ട് ചീത്ത വരുന്നു? ശ്രദ്ധിച്ചേ, കള വിതച്ചത് ദൈവമല്ല, കള വിതച്ചത് നല്ല കൃഷിക്കാരനല്ല, കള വിതച്ചത് കള്ളനാണ്. കള വിതയ്ക്കുന്നവൻ കള്ളനാണ്, കള വിളയ്ക്കുന്നവൻ ദുഷ്ടനാണ്. ഹല്ലേലൂയ. ഇല്ലാത്തവൻ ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആമേൻ. ദൈവം തന്നെ ആമേൻ മറുപടി പറയുന്നുണ്ട്. ശത്രുവാണത് ചെയ്തത്. കള വിതയ്ക്കുന്ന ഡ്യൂട്ടി അവൻ നല്ല വിത്ത് അല്ലാത്തത്. നല്ല വിത്ത് ജീവന, കള മരണമാണ്. ഹല്ലേലൂയ. തൈലത്തിനകത്തേക്ക് ചത്ത ഈത്തയെ എടുത്തെറിയുന്നത് കളയാണ്. ഹല്ലേലൂയ. റാമ ശകല ഹസ്തന ജുഡാന പ്രൗഷസി അന്തൽ പ്രൗഢജഗനഗസി. ദൈവത്തിന്റെ മറുപടി ഇതാണ്: ശത്രു ചെയ്തതാണ്. ദൈവമക്കളെ, അവൻ ശത്രുവിന്റെ പദ്ധതികളെ പത്രോസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ശത്രുവിന്റെ പദ്ധതികളെ നിങ്ങൾ അറിയാത്തവരല്ല, അവന്റെ പ്ലാനുകളെ നിങ്ങൾ അറിയാത്തവരല്ല. അവൻ അലറുന്ന, 1 Peter 5:8-9, പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്നറിയാൻ അവന്റെ വയറ്റിൽ കിടക്കുന്നവരെ വിഴുങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ആമേൻ. പുറത്തുള്ള ദൈവമക്കളെ ആണ് അവന്റെ നോട്ടം. ഇന്ന് രാത്രി മനസ്സിലാക്കിക്കൊള്ളുക. ഐ ബിലീവ് ദാറ്റ് ഗാഡ് ഈസ് ഗുഡ് അറ്റ് ഓൾ ദ ടൈം. എല്ലാ സമയത്തും എന്റെ ദൈവം കള വിതയ്ക്കുന്നവനല്ല, എന്റെ ദൈവം നല്ല വിത്തുകളെ വിതയ്ക്കുന്നവനാണ്. ഹല്ലേലൂയ. ഫസ്റ്റ് ക്വാളിറ്റിയെ വിതയ്ക്കത്തുള്ള ദൈവം. അവൻ ജീവനുള്ള ദൈവമാണ്, ജീവനെ വിതയ്ക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. എഫേസ്യ ലേഖനത്തിന്റെ മർമ്മം ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. സിറ്റ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ സ്വർഗത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. and walk in his light of salvation. അവന്റെ രക്ഷയുടെ വെളിച്ചത്തിൽ നിങ്ങൾ നടക്കുക. മൂന്നാമത്, resist the devil. ശത്രുവിനോട് എതിർത്ത് നിൽക്കുക. ഹല്ലേലൂയ. ശത്രു ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുക. ആരെ ദൈവപ്രവർത്തിക്ക് എതിരെ എനിക്ക് ഉപയോഗിക്കണം? വാക്കിൽ, നോട്ടത്തിൽ, പ്രവർത്തികൾ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ദൈവപ്രവർത്തിക്ക് എഗൻസ്റ്റായി കള വിതയ്ക്കുവാൻ എന്റെ ബ്രെയിൻ, എന്റെ നാവ്, എന്റെ ശരീരം ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഞാൻ RSSകാരെ പറ്റി, BJPക്കാരെ അല്ല പറയുന്നത്. സഭയ്ക്കകത്തുള്ള ദൈവമക്കളോടുള്ള ദൂത ഞാൻ ഈ പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. God wants you to be a child of God. പിതാവായ ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ഇച്ഛ ഇതാണ്: നമ്മൾ പുത്രന്മാരായി തീരണം. ആ റിലേഷൻഷിപ്പിലേക്ക് വരണം. ഹല്ലേലൂയ. ആമേൻ. പിശാചിന്റെ നോട്ടം ഇതാ എപ്പോഴും: ഹൗ ടു ബ്രേക്ക് ദ റിലേഷൻഷിപ്പ്. ഇന്ന് രാത്രി ഒരു വലിയ വെളിപ്പാടാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. പിശാചിന് നിന്റെ കണ്ണുകളെ കെട്ടുവാൻ ആഗ്രഹമുണ്ട്. നീയും നിന്റെ അപ്പന്റെ കൈയുമായി പിടിച്ചു പുറത്തിറങ്ങി നടക്കുമ്പോൾ പിശാചു വിറയ്ക്കുക. നിങ്ങൾ എഴുതുന്ന നോട്ട്ബുക്കിനകത്ത് നിങ്ങൾ എഴുതി വെക്കണം: me plus my daddy is equal to miracle. അതാ പിശാച് വിറയ്ക്കുന്നത്. അതാ ഈ റിലേഷൻഷിപ്പിനോടുള്ള പിശാചിന്റെ എത്ര വാശി. നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ വലിപ്പമോ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വീട്ടിൽ പറഞ്ഞതോ പിശാചിന് വിഷയമല്ല. when he holds the hand of your daddy, he'll try to break the relationship. ആമേൻ. അതിന് ആരെ വേണമെങ്കിലും ഉപയോഗിക്കും. അല്ലെങ്കിൽ പലരും എന്നോട് പറയാറുണ്ട്: പാസ്റ്ററെ, 21 ദിവസം ഉപവാസം എടുത്തില്ലായിരുന്നു. ഒരു കുഴപ്പമില്ല, ഞങ്ങൾ 21ാമത്തെ ഉപവാസമൊക്കെ ഇരുന്നപ്പോ തൊട്ട്
പ്രശ്നം തുടങ്ങി. ഞങ്ങളുടെ ചർച്ചിൽ പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, എവിടെ പ്രശ്നം. ഒന്നും ചെയ്യാതെ മിണ്ടാതിരുന്നാൽ ശത്രുവിന് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ഒരു ദൈവപ്രവൃത്തി നിന്റെ അകത്തൂടെ വെളിപ്പെടുമെന്ന് കാണുമ്പോൾ ശത്രു ചിലരെ ഉപയോഗിക്കും. യേശുവിൻ നാമത്തിൽ ഇന്നു രാത്രി യെസ്, മീ മൈ ഡാഡി, മീ പ്ലസ് മൈ ഡാഡി ഈസ് ഈക്വൽ ടു മിറക്കിൾ. ഇത് ഭയങ്കര ഒരു റെവലേഷൻ ഇക്വേഷൻ കേട്ടോ. ദ ഡെവിൾ ട്രംബിൾസ് when he holds the hand of your daddy. Rakalaha serere. Jesus, we give you glory and honor unto your name. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം നമ്മൾ ആ ദൈവത്തിന്റെ മക്കളായെന്നുള്ളതാ. ബാക്കിയെല്ലാം സെക്കൻഡറി ആകട്ടെ. എവറിതിങ് ഈസ് സെക്കൻഡറി. നിങ്ങൾ നോക്കിയേ, നിങ്ങളുടെ പപ്പ, നിങ്ങളുടെ പിതാവ് ഒരുപക്ഷെ MLA ആയിരിക്കും, MP ആയിരിക്കും, അല്ലെങ്കിൽ മന്ത്രിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ അംബാസഡർ ആയിരിക്കും. വാട്ട് എവർ പോസ്റ്റ് ഹി ഈസ് ഡെക്കറേറ്റിംഗ്, നോ മാറ്റർ. ഇതൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. അമേരിക്കൻ പ്രസിഡന്റിന്റെ മക്കൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ളതല്ല കാര്യം, അവർക്ക് അവരുടെ അപ്പനാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് സമയത്തും എവിടെ അപ്പനെ കണ്ടാൽ ചാടി മടി കയറി ഇരിക്കാനുള്ള അവകാശം ഉണ്ട്. ഫസ്റ്റ് ഗാഡ് ഈസ് യുവർ ഫാദർ. പിന്നെയാ നമുക്ക് സകലവും തരുന്നവനെ എല്ലാം വരുന്നത്. ഫസ്റ്റ് ഈസ് യുവർ ഡാഡി, ഹി ഈസ് യുവർ ഡാഡി. ഓ മൈ ഗോഡ്. അതുകൊണ്ടാ പറഞ്ഞത്, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഭയപ്പെടാൻ ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെ. എന്തിനാ? അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ. ആമേൻ. ജാതികളായി കിടന്ന, സ്ലേവായിട്ട് കിടന്ന നമ്മളെ പൊക്കിക്കൊണ്ടുവന്ന് സകലത്തിന്റെയും അവകാശികളാക്കി മാറ്റി വീട്ടിലെ മകനാക്കി മകളാക്കി തീർത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. Thank you, Jesus. So the second person, the Trinity, is Jesus, the Son. Amen. ഇന്ന് രാത്രി ആത്മാവി ഞാൻ പറയട്ടെ, cross is the greatest mystery in the New Testament. മനസ്സിലാകത്തില്ല, ചിലർക്കൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ ആത്മാവി പറയുന്നത്. ഞാൻ ഇച്ചിരി ഡീപ്പായിട്ട് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഓ ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രിത്തെ റെവലേഷനെ ഒന്ന് വെളിപ്പെടുത്തി തരണമേ. അതുകൊണ്ടാണ് കർത്താവിന്റെ ദാസനായ പൗലോസ് തന്നെ പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോന്നവർക്ക് ഭോഷത്വമാ. നശിച്ചു പോകുന്ന അതിന്റെ അർത്ഥം. ക്രൂശിന്റെ വചനം അറിയാത്തവനെ പറഞ്ഞ് അവന്റെ പേരിന്റെ മുന്നിൽ റെവറൻഡ് എന്നോ ഡോക്ടർ എന്നോ MBBS MSc എന്തൊക്കെ ഡിഗ്രി ഉണ്ടെങ്കിലും ക്രൂശിന്റെ വചനം വിശ്വസിക്കാത്തവന്റെ ബ്രാക്കറ്റിൽ സ്വർഗം എഴുതിയേക്കുക, അവൻ നശിച്ചു പോകുന്ന പോഷനാണ്. ക്രൂശിന്റെ വചനം ഒന്നും പഠിച്ചില്ലേലും ഇത് മനസ്സിലാക്കാൻ ഒരു കൃപ തന്നതിനായി നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. സ്റ്റിൽ so many people cannot fathom, so many people cannot understand the revelation of the cross. ഹല്ലേലൂയ. അവർക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം റോമക്കാര് കൊടുത്ത ഏറ്റവും വലിയ നീചമായ മരണമാണ്. ദൈവത്തിന് അങ്ങനെ മരിക്കാൻ പറ്റുമെന്ന് ചോദിച്ച് കർത്താവിൽ നിന്ന് രക്ഷയെ അവർ തള്ളിക്കളയുമ്പോൾ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എപ്പോഴും ശ്രദ്ധിച്ചോണം കേട്ടോ. കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിച്ചത് തന്റെ പുത്രത്വമാണ്. He cried unto the Lord, Abba, hallelujah, Abba, thank you Jesus. കഠിന വേദനയുടെ നടുവിലും ആ പുത്രത്വത്തെ സ്വർഗ്ഗം എസ്റ്റാബ്ലിഷ് ചെയ്തു. ശ്രദ്ധിച്ചേ, അടുത്തൊരു കാര്യം, ഒരു വെളിപ്പാട്. Satan tried to exploit the sonship of Jesus. കർത്താവും ദൈവവുമായിട്ട് നടക്കുന്നതായിരുന്നു ഉപവാസം. പിതാവും പുത്രനും കൂടെ ഒരുമിച്ച് അവർ തമ്മിൽ ഇങ്ങനെ സ്വകാര്യമൊക്കെ പറഞ്ഞ് തങ്ങളുടെ ഭാവി മിനിസ്ട്രിയെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിശാചിനതങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ പിശാച് ഇറങ്ങി വന്നു. എവിടെങ്കിലും ഒരു ദൈവപ്രവൃത്തി വരുമ്പോ ഈ പഴയ പാമ്പ് തലപൊക്കും കേട്ടോ. അപ്പോളെ ഓർത്തോണം, ഇവന് എവിടെ കിട്ടോ തട്ട് കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, അവിടെ വന്നിട്ട് കർത്താവിനോട് ചോദിക്കുക, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ. കണ്ടോ കണ്ടോ കണ്ടോ, കള്ളൻ കള വിതയ്ക്കുന്ന കണ്ടോ, കള്ളന്റെ കള വിതയ്ക്കുന്ന കണ്ടോ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കയ്പിനെയും എല്ലാ കളയെയും somebody join with me in the spirit, somebody connected with me in the spirit and rebuke every plans of the devil and we break in the name of Jesus. അത് ഏത് നാവാണെങ്കിലും, അത് ഏത് എവിടുന്ന് വന്ന ശത്രുതയാണെങ്കിലും, എവിടുന്ന് വന്ന കളയാണെങ്കിലും, എവിടുന്ന് വന്ന സംശയമാണെങ്കിലും, Somebody receive it. Come on, receive. Ora kathada. Yes, the grace is flowing. Hamana darapriya laboshvertiniyanama.
ലാതിനിയാല ബകേര ഹസിനി അന്തോറബാഷിയാന പ്രൗഡതിയാന ഹതരേരേ റൂമാനാമ ഷേഖേലെ ഹസ്തന ജാന പ്രൗഡിയാന സിയാന. ഓ യേശുവിന്റെ നാമത്തിൽ, യേശു നാമത്തിൽ. Thank you Jesus. Thank you for that agreement in the name of Jesus. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നീ ആണെങ്കിൽ, നീ ദൈവപുത്രൻ ആണെങ്കിൽ, ഈ ആണെങ്കിൽ എങ്കിൽ എങ്ങനെ നടക്കുമെങ്കിൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, എങ്കിൽ എല്ലാം പിശാചിൽ നിന്ന് വരുന്നതാ. ദൈവത്തിന്റെ ഡിക്ഷണറിക്കകത്ത് എങ്കിൽ എന്ന വാക്കില്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിനെ പരീക്ഷിക്കാൻ ചെന്നപ്പോ ആമേൻ വേണമെങ്കിൽ അപ്പത്തെ ആമേൻ കല്ലിനെ അപ്പമാക്കായിരുന്നു, വേണമെങ്കിൽ ചാടി കാണിക്കായിരുന്നു. അതിനപ്പുറം മിറക്കിൾസ് കാണിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ആത്മാവിനെ ഒരു തൂത് പറയട്ടെ. ശത്രു ചോദിച്ച എല്ലാ ചോദ്യത്തിനും സ്വർഗം മറുപടി പറഞ്ഞത് ക്രൂശിലൂടെയാണ്. That is the mystery of the cross and the revelation. He replied on the cross instead of the shortcut. God given എല്ലാ വെല്ലുവിളിക്കും മറുപടിയെ സ്വർഗം കാൽവറിയിൽ തെളിയിച്ചു കാണിച്ചു കേട്ടോ. അപ്പം അവൻ കല്ല് അപ്പമാക്കാതെ അവൻ കർത്താവ് കാണിച്ചത് ഞാൻ ജീവന്റെ അപ്പമാകട്ടോ, ഞാൻ നുറുക്കപ്പെടുകയാ. ഹല്ലേലൂയ. താഴേക്ക് ചാടി മഹത്വം മേടിക്കാൻ നിൽക്കാതെ, താഴേക്ക് ചാടി മഹത്വം മേടിക്കാൻ നിൽക്കരുത് കേട്ടോ. ഓ ശബരഘടകസിയാര. ആമേൻ. നീ ദൈവത്തിന്റെ പദ്ധതിക്കകത്തോട്ട് നിന്നോ. അതുകൊണ്ട് തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്നതിന് അവന്റെ ബലമുള്ള കരങ്ങൾ. നോ ഷോർട്ട് കട്ട്സ്. ഹല്ലേലൂയ. കർത്താവ് താഴോട്ട് ചാടി പിശാചിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കാതെ അവൻ കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടിട്ട് ആമേൻ സകല നാമത്തിന്റെയും മേലായ നാമം പിശാച് പറഞ്ഞു, നിന്നെ അല്പസമയത്തിന് വേണ്ടി നിന്റെ മുന്നിൽ നിന്ന് മുട്ടുകുത്തി കാണിച്ചു തരാം. അല്ലടാ പിശാചേ, നിത്യ യുഗങ്ങൾ എന്റെ മുന്നിൽ എന്റെ മക്കൾ എന്നെ ആരാധിക്കാൻ പോകുകയാ. ദാറ്റ് ഈസ് ദ റെവലേഷൻ ബിഹൈൻഡ് ദ ക്രോസ്. ദൈവമക്കളെ, അല്പമായ വിഷയത്തിന് വേണ്ടി നിത്യതയുടെ വലിയ ഗൗരവത്തെ നാം കളയരുത് കേട്ടോ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യൻ എൻ്റെ യേശു മാത്രമാണ്. എങ്ങനെ അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി. നെക്സ്റ്റ്, ഹല്ലേലൂയ, പുസ്തകം തുറക്കുവാൻ യോഗ്യനായ കുഞ്ഞാടിനെ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. എല്ലാ ഗോത്രത്തിലും വംശത്തിലും ഭാഷ വിലയ്ക്ക് വാങ്ങി ജനം മുഴുവൻ അവനെ മുന്നിൽ ആരാധിക്കുന്നു. ശ്രദ്ധിച്ചത്, the cross was the bridge between God and man. The broken relationship was restored. രണ്ട് കാര്യമാണ് ക്രൂശിൽ സംഭവിച്ചത്. ഒന്ന്, ആമേൻ, ക്രൂശ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഘോരമായ വേദനയുള്ള മരണമായിരുന്നു. രണ്ട്, ഏറ്റവും വലിയ ഷെയിമായിരുന്നു. ക്രോസ് വാസ് എ സിംബൽ ഓഫ് ഗ്രേറ്റ് പെയിൻ ആൻഡ് ഷെയിം. ഇത് രണ്ടും കർത്താവ് വഹിച്ചു. നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് തലവേദനയാണോ വലുത്, നിങ്ങളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്നതാണോ വലുത്? അല്ല, ഇത് രണ്ടും നമുക്ക് ഒരുപോലെ ആമേൻ പ്രയാസകരമാണ്. എന്നാൽ ശ്രദ്ധിക്കണമേ, ക്രൂശിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. നമ്മളെ മക്കളാക്കി മാറ്റാനായി, നമുക്ക് സകലവും അവകാശമായി തരാനായി കാൽവറി ക്രൂശിൽ തൻ്റെ വസ്ത്രത്തെ വിവസ്ത്രനാക്കി, എൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി. ചിത്രകാരന്മാർ എവിടെയൊക്കെ കുറച്ച് വസ്ത്രം നമ്മുടെ അപ്പന് കൊടുക്കാറുണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നു, അവൻ തൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു. കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവർ നിന്ദിതനായിരുന്നു. താങ്ക് യു ജീസസ്. ക്രോസ് ദ സിംബൽ ഓഫ് പെയിൻ ആൻഡ് ഹ്യൂമിലിറ്റി. ആമേൻ. ഷെയിം. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ആമേൻ. യോഹന്നാൻ 1:7 ഫോർഗീവ്നെസ് ഓഫ് സിൻ. എസെക്കിയേൽ 36:26 ഫുൾഫിൽമെന്റ് ആയിരുന്നു. ആമേൻ. ആ വെയില്. ആമേൻ. സ്തോത്രം. താങ്ക് യു ജീസസ്. ആമേൻ. ആലയത്തിന്റെ ആമേൻ കർട്ടൻ മേലോട്ട് അടിവരെ കീറിയപ്പെട്ടതിന് ഇന്നലെ രാത്രിയിലൊക്കെ നമ്മൾ ആത്മാവിൽ ധ്യാനിച്ചതാണ്. വേർപാടിന്റെ നടിച്ചുവരനെ ഇടിച്ചു കളഞ്ഞു. Thank you Jesus. ആമേൻ. ഫിലിപ്പിയ ലേഖനം 3:10-11 വരെയുള്ള വാക്യങ്ങളിൽ 3 പ്രധാനപ്പെട്ട മർമ്മങ്ങളാണ്, വിഷയങ്ങളാണ് പൗലോസ് ലീഗ വിളിച്ചു പറയുന്നത്. എനിക്ക് അവന്റെ മരണത്തോടൊന്ന് അനുരൂപരാകണം. എനിക്ക് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. 3, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. ഈ 3 കാര്യം നിമിത്തം ഞാൻ സകലത്തെയും ഛേദമെന്ന് എണ്ണുകയാണ്. ഇന്ന് രാത്രി മഹിമാധനം പ്രാപിച്ച ദൈവമക്കളെ, ആ വലിയ വീട്ടിലെ മക്കളായ ദൈവമക്കളെ, നിങ്ങൾ ഇനി ദാരിദ്ര്യത്തിൽ ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്പിരിച്വൽ പോവർട്ടി യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇന്ന് മാറിപ്പോകട്ടെ. നമ്മൾ ആരാന്നുള്ള ചിന്ത വരുമ്പോഴത്തേന് നമ്മുടെ അകത്തളത്തിൽ നമ്മുടെ ആമേൻ ആത്മീയ സ്റ്റാറ്റസ് മാറട്ടെ. സ്പിരിച്വൽ മെച്യൂരിറ്റിയിലോട്ട് കയറുന്നേ.
എത്ര വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട്, എത്ര വർഷമായി അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയിട്ട്, എത്ര വർഷമായി അവൻ സ്നാനപ്പെട്ടിട്ട് സ്പിരിച്വൽ മെച്യൂരിറ്റിയിലോട്ട് കയറി നിൽക്കുക ആത്മാവിൽ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പറ, മക്കളാണെങ്കിൽ ഞങ്ങൾ അവകാശികളാണ്, മക്കളാണെങ്കിൽ ഞങ്ങൾ അവകാശികളാണ് അപ്പാന്ന് വിളിച്ചോ ഇന്ന് രാത്രി. ഹല്ലേലൂയ. വാട്ട് ഡു യു മീൻ ബൈ കോഹയർ? എന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരു വെളിപ്പാടും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കോഹയർ മീൻസ് ടു ബിക്കമിങ് more and more like him. എന്റെ യേശുവിനെ പോലെ 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 ആയിത്തീരുക എന്നുള്ളതാണ്. സെൽഫ് ഡിനയൽ ആൻഡ് സെൽഫ് ഗിവിംഗ് പേഴ്സൺ, confirming to his image. I believe it's a blood transfusion. എന്റെ ശരീരത്തിൽ ഓടുന്ന രക്തധമനികളെ രക്തം മൊത്തം ഊറ്റിക്കളഞ്ഞിട്ട് യേശുവിന്റെ രക്തം എന്നിൽ നിറയ്ക്കുകയാ. I became the co-hire. Hallelujah. I became a divine and human partnership. അതാണ് ക്രൂശിൽ കർത്താവ് ചെയ്തു തന്നത്. താങ്ക് യു ജീസസ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തിന്റെ കൂട്ടവകാശികളാക്കി നമ്മളെ തീർത്തു. ഹല്ലേലൂയ. 2, തന്റെ ജീവന്റെ കൂട്ടവകാശികളാക്കി നമ്മളെ തീർത്തു. അതാ ദൈവത്തിന്റെ ആത്മാവ്, നമ്മുടെ അകത്ത് വസിക്കുന്ന ജീവൻ. കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതി, അല്ലെങ്കിൽ അവൻ ആദമിന്റെ മൂക്കിലേക്ക് ദൈവം ജീവശ്വാസത്തെ ഊതി. ഒരു ഷെയറിംഗ് അവിടെ നടന്നത്. സോ ഹി ബിക്കേം ദ co-hire of God's divine life. ഛായ എന്ന ഹീബ്രു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഛായ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയട്ടെ, ക്രിസ്തുവിന്റെ കോഹയർ എന്ന് പറയുമ്പോൾ തന്റെ മഹിമാധനങ്ങൾ, തന്റെ ആമേൻ വിശുദ്ധി, തന്റെ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം, തന്റെ മഹിമാ ധനങ്ങള്, തന്റെ ജീവൻ, തന്നിലുള്ള വെളിച്ചം സകലത്തെയും പകർന്നു നൽകി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. You are no more slaves, but you are the co-hire in Christ. ഒരു 3 ദിവസം പ്രസംഗിച്ചാലും തീരത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ 1 മിനിറ്റ് കൂടെ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. Thank you Jesus. The Holy Spirit did a mission to make us the co-hire in Christ. പരിശുദ്ധാത്മാവ് എന്തുവാ ചെയ്തത്? സെൽഫ് ഡിനൈങ്. ആമേൻ. പിതാവ്, സ്വർഗ്ഗസ്ഥനായ പിതാവ്, ഹല്ലേലൂയ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കി. ആമേൻ ആമേൻ. സകലത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങി വന്ന പുത്രൻ ആമേൻ ഇമേജ് ഉടഞ്ഞുപോയ മനുഷ്യനെ വീണ്ടെടുത്ത് അവനെ പിന്നെ റെസ്റ്റോർ ചെയ്തു. പരിശുദ്ധാത്മാവ് അവനെ, ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ അവന്റെ മേൽ പകർന്ന് ആ വാഗ്ദത്തത്തിന്റെ ആചാരമായ ആമേൻ ആ പുത്രത്വത്താൽ അവനെ സീൽ ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു കോഹയറായിട്ട് എങ്ങനെയാ നമ്മുടെ മേൽ ഇറങ്ങുന്നത്? നമ്മൾ എങ്ങനെയാ ദൈവത്തിന്റെ കോഹയർ പരിശുദ്ധാത്മാവിലായത്? ആമേൻ ഹല്ലേലൂയ. ഒരു പ്രാവ് ഇറങ്ങി വരുന്നത് പോലെ, ആമേൻ, ഒരു വിൻഡ്, ആമേൻ, കാറ്റടിക്കുന്നത് പോലെ, ആമേൻ, അഗ്നി കത്തുന്നത് പോലെ, എണ്ണ ഒഴുകുന്നത് പോലെ ഹോളി സ്പിരിറ്റിനെ നമ്മുടെ മേൽ ദൈവം പകരുകയാ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരുകയാ. We became the co-hire of the Spirit. ദൈവത്തിന്റെ ആത്മാവിന്റെ കൂട്ടവകാശികളായി നമ്മൾ മാറി. ഇന്ന് രാത്രി ആ വെളിപ്പാടിനെ ഒന്ന് സ്വീകരിക്കാമോ? ആമേൻ. പ്രാവ് പറന്നിറങ്ങുന്നത് പോലെ, ഞാൻ നിർത്താൻ പോയ കാറ്റടിക്കുന്നത് പോലെ, ഓ മൈ ഗോഡ്, ആമേൻ, സ്തോത്രം, തീ കത്തുന്നത് പോലെ, എണ്ണ ഒഴുകുന്നത് പോലെ നിങ്ങളിലേക്ക് ആ വാഗ്ദത്തത്തെ ദൈവം പകർന്നുകൊണ്ടിരിക്കുക. ആമേൻ. ഒറ്റ വാക്കേ എനിക്ക് പറയാൻ പറ്റിയല്ലോ. We became the fellow hires. ഞാൻ ദൈവത്തിന്റെ കൂട്ടവകാശിയാ, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാ. പിതാവ് അതിനകത്ത് എന്ത് ചെയ്തു? പുത്രൻ അതിനകത്ത് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? നമ്മൾ ഇന്ന് രാത്രി ധ്യാനിച്ചു. എല്ലാ കണ്ണുകളും അടയട്ടെ. അപ്പാ, വളരെ സ്പീഡിലാണെങ്കിലും മനസ്സിലാകത്തക്ക ഭാഷയിൽ ദൈവത്തിന്റെ വചനത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. അബ്രഹാമിന്റെ വാഗ്ദത്തത്തോടെ ഒരു അവകാശമില്ലാതിരുന്നപ്പോൾ കർത്താവേ, ആ വാഗ്ദത്തത്തോട് ഞങ്ങളെ കൂട്ടവകാശികളാക്കി മാറ്റി. ഇസ്രായേൽ പൗരത്വത്തോടെ യാതൊരു പുലബന്ധവും ഇല്ലാതിരുന്നപ്പോൾ, ഞങ്ങളെ സിറ്റിസൺഷിപ്പ് ഇല്ലാതിരുന്നപ്പോൾ കർത്താവേ, ഞങ്ങളെ ആമേൻ ആത്മീയ ഭവനത്തിന്റെ അംഗങ്ങളാക്കി മാറ്റി. അപ്പാ, ഇന്ന് രാത്രി ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അങ്ങ് യഹൂദനായി ജനിച്ചെങ്കിലും യഹൂദന്മാർക്ക് പലർക്കും കിട്ടാതെ പോയ വലിയ സൗഭാഗ്യത്തെ ജാതികളായി ഞങ്ങളെ തേടി വന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവിടുത്തെ മക്കളെ എല്ലാം ആത്മാവിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പകരപ്പെടുന്ന ഒരു ദൈവശക്തിക്കായി സ്തോത്രം, കൃപയ്ക്കായി സ്തോത്രം. ഇനിയും ഞങ്ങൾ ദാരിദ്ര്യത്തിൽ കിടക്കുവാൻ, ആത്മീയ പാപ്പരത്വത്തിൽ കിടക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ലല്ലോ കർത്താവേ. ഇനിയും ഞങ്ങൾ പാല് കുടിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലല്ലോ. കട്ടിയുള്ള ആഹാരം കഴിക്കുവാൻ, ആത്മീയ പക്വത കാണിക്കുവാൻ, ആത്മീയ
ഐക്യത കാണിക്കുവാൻ, ആത്മാവിൽ വളരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. ആമേൻ, ആമേൻ. ഈ വചനങ്ങളെ ഞങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പച്ച. അവിടുത്തെ ജനത്തോടുള്ള ദൈവകൃപയുടെ ആഴങ്ങളെ പകർന്നതിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. Over this time to Gigi Aunty, God bless you all through this word. നാളെ അടുത്ത വാക്ക് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ധ്യാനിക്കാം. We are the same body in Christ. ക്രിസ്തുവിന്റെ ഏക ശരീരസ്ഥർ. പരിശുദ്ധാത്മാവ് പുതിയ പുതിയ വെളിപ്പാടുകളെ നമുക്ക് വേണ്ടി തുറന്നു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ കർത്താവ് ഈ വചനങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ.